അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെ ഞാൻ കെട്ടുകഥ പറയല്ല, പരിശോധിച്ചോളൂ നിങ്ങൾ. ഇമാം ഖുർത്തുബി തങ്ങൾ സൂറത്തുൻ നിസാഇന്റെ 69-ാം ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഈ സംഭവം പറയുന്നു. ഇനി എനിക്ക് എന്റെ കണ്ണ് വേണ്ട. ആ സമയം അതേ സ്ഥലത്ത് വെച്ച് മഹാനവർകളുടെ 2 കണ്ണിന്റെ കാഴ്ച എടുക്കപ്പെട്ടു പോയി. ശേഷിക്കുന്ന കാലം മഹാനവർകൾ അന്ധനായി ജീവിച്ചു. ഒരു പരാതിയില്ല, എനിക്ക് കാണണ്ട, എന്റെ മുത്തുനബിയെ കണ്ട കണ്ണുകൊണ്ട് ഈ ദുനിയാവിൽ വേറൊന്നും എനിക്ക് കാണണ്ട. അതാണ് ഹബ്ബ്. ഞാൻ ചുരുക്കുകയാണ്. സഹോദരിമാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങളും അല്ലാഹുവിന്റെ ഹബീബിനെ മഹബത്ത് വെക്കണം. കാരണം നിങ്ങൾ അത്ര സ്നേഹിച്ച ഒരാളും ലോകത്ത് വേറെ ഇല്ല. ഇന്ന് ലോകത്തുള്ള പലർക്കും നൊബേൽ പുരസ്കാരവും അതേപോലെ വലിയ വലിയ സമ്മാനങ്ങളൊക്കെ കിട്ടി. വലിയ നോവൽ എഴുതിയിട്ടും തിരക്കഥ എഴുതിയിട്ടും സിനിമാ കഥയൊക്കെ എഴുതിയിട്ട് എന്താ അവരെഴുതിയത്? പെണ്ണിന്റെ ശരീര ഭംഗിയെ കുറിച്ചാണ് അവരെഴുതിയത്. മാർക്കറ്റിൽ വെക്കുന്ന മുട്ടുസൂചി പോലും വിൽക്കപ്പെടണമെങ്കിൽ പെണ്ണിന്റെ ഉടുമുണ്ടൂരണമെന്ന് കമ്പോളം മനസ്സിലാക്കി. ഓരോ പെണ്ണുങ്ങളും മനസ്സിലാക്കേണ്ടത് അവർക്ക് നിങ്ങളുടെ ഹൃദയം വേണ്ട, നിങ്ങളുടെ ഹൃദയം കണ്ട ഒരൊറ്റ നേതാവേ ഉള്ളൂ. ആ നേതാവിന്റെ പേര് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സഹോദരിമാർ അവിടുത്തെ വല്ലാതെ മഹബത്ത് വെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ ഉഹദ് യുദ്ധം, ആ ഉഹദ് യുദ്ധം നടക്കുന്ന ദിവസം അവിടുത്തേക്ക് വലിയ വിഷമങ്ങൾ പറ്റി. അന്നാണ് ഏതോ ഒരുത്തൻ വിളിച്ചു പറഞ്ഞത്, ഇന്നി ഖതൽതു മുഹമ്മദാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുഹമ്മദിനെ കൊന്നിരിക്കുന്നു എന്ന് ഒരുത്തൻ വിളിച്ചങ്ങ് പറഞ്ഞു ഉഹദിൽ വെച്ചുകൊണ്ട്. ഈ വാർത്ത കാട്ടുതീ പോലെ പലർന്നു. കാട്ടുതീ പോലെ പരന്നിട്ട് കേട്ടവർ ചിലർ പറഞ്ഞു, അള്ളാന്റെ ഹബീബില്ലേ, ഇനിയിപ്പോ എന്തിനാ യുദ്ധം എന്ന് പറഞ്ഞ് ചിലർ പിന്തിരിഞ്ഞോടി. വേറെ ചില ആളുകൾ ഭ്രാന്തന്മാരെ പോലെയായി. വീടകങ്ങളിൽ നിന്ന് പെണ്ണുങ്ങൾ ഇത് കേട്ടു. അവരിൽ ചിലർ ഉഹദിലേക്ക് ഇറങ്ങി ഓടി. ആ കൂട്ടത്തിൽ ഉഹദിലേക്ക് ഓടിയ ഒരു മഹദിയുണ്ട്, ബനൂ ദീനാർ ഗോത്രത്തിൽപ്പെട്ട ഒരു മഹദി. ആ മഹദി ഉഹദിലേക്ക് ഓടി. കണ്ടോരോടൊക്കെ ചോദിച്ചു, മാ ഫഅല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിന് എന്തു പറ്റി? എല്ലാരും പറഞ്ഞു ഒന്നും പറ്റിയിട്ടില്ല. ആ ഉമ്മ പറഞ്ഞു, ഞാൻ വിശ്വസിക്കൂല, എനിക്ക് കാണണം. അവസാനം രണഭൂമിയിലെത്തി. യുദ്ധഭൂമിയിലെത്തിയിട്ട് യുദ്ധഭൂമിയിലേക്ക് ചാടി ഇറങ്ങാൻ നേരത്ത് ആണുകൾ വട്ടം കൂടി നിന്നിട്ട് പിടിച്ചു ആ മഹദിയെ.